ഹായ്, നമ്മൾ ആർത്തവത്തെ സംബന്ധിച്ച് മുമ്പ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോകളുടെ തുടർച്ചയാണിത്. ഇന്നത്തെ നമ്മുടെ വിഷയം ആർത്തവ കപ്പ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പാണ്. മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷെമി. വീഡിയോ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നത് മെൻസ്ട്രൽ പാഡുകളാണ്. സേഫ് ഫ്രീ അല്ലെങ്കിൽ വിസ്പർ എന്നൊക്കെ പറയുന്ന മെൻസ്ട്രൽ പാഡുകളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇവ പുനരുപയോഗിക്കാൻ സാധിക്കില്ല. ഇവ ഉപയോഗശേഷം നമ്മൾ ഡിസ്പോസിബിൾ കളയുകയാണ് ചെയ്യാറ്. പക്ഷേ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ശുചിത്വ ഉൽപ്പന്നമാണ്. മെൻസ്ട്രൽ കപ്പുകൾ റബ്ബർ അല്ലെങ്കിൽ സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇവ ഫണൽ ഷേപ്പിലുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇവ നിങ്ങളുടെ യോനിയിൽ ഘടിപ്പിക്കുകയും ആർത്തവ ദ്രാവകം ശേഖരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെച്ചമെന്ന് പറയുന്നത് സാധാരണയായി ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ പാഡുകളേക്കാൾ കപ്പാസിറ്റി ഈ മെൻസ്ട്രൽ കപ്പുകൾക്കുണ്ട്. മെൻസ്ട്രൽ പാഡിൽ ഉൾക്കൊള്ളുന്ന ആ ദ്രാവകത്തേക്കാൾ കൂടുതൽ ദ്രാവകം ശേഖരിക്കുവാൻ മെൻസ്ട്രൽ കപ്പുകൾക്ക് സാധിക്കുന്നു. കൂടെ ചേഞ്ച് ചെയ്യുന്ന ആ ടൈമിംഗ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന മെൻസ്ട്രൽ പാഡുകൾ പലപ്പോഴും പരിസ്ഥിതിക്ക് ദോഷമായിരിക്കാം. മെൻസ്ട്രൽ കപ്പുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഒഴിവാക്കുന്നു. ഒരു സ്ത്രീയുടെ ആർത്തവ പ്രവാഹത്തെ അനുസരിച്ച് ഏകദേശം 12 മണിക്കൂർ വരെ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. പുനരുപയോഗിക്കാവുന്ന മെൻസ്ട്രൽ കപ്പുകൾ തന്നെ പല ബ്രാൻഡുകൾ ഇന്ന് നിലവിലുണ്ട്. മൂൺ കപ്പ്, കീപ്പർ കപ്പ്, ഇതൊക്കെ ഇതിൽ ചിലതാണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ചില മെൻസ്ട്രൽ കപ്പുകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഒരു മെൻസ്ട്രൽ കപ്പ് എങ്ങനെ ഘടിപ്പിക്കാം, അതെങ്ങനെ നീക്കം ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുക. എങ്ങനെയാണ് ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ ഒരു മെൻസ്ട്രൽ കപ്പ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി സംസാരിക്കേണ്ടതാണ്. കാരണം ആർത്തവ പ്രവാഹത്തിനനുസരിച്ച് മെൻസ്ട്രൽ കപ്പിന്റെ വലിപ്പവും മാറ്റമുണ്ട്. പല ബ്രാൻഡും പല വലിപ്പത്തിൽ മെൻസ്ട്രൽ കപ്പുകൾ ഇറക്കുന്നുണ്ട്. ചെറുതും വലുതുമായ മെൻസ്ട്രൽ കപ്പുകൾ ലഭ്യമാണ്. ആർത്തവ പ്രവാഹം അനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്ന ചില കാരണങ്ങൾ ആർത്തവ കപ്പ് സെലക്ട് ചെയ്യുന്നതിനെ ആശ്രയിക്കുന്ന ഫാക്ടറുകളാണ്. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ഗർഭാശയത്തിൻ്റെ നീളം, നിങ്ങളുടെ ആർത്തവ പ്രവാഹത്തിൻ്റെ കൊഴുപ്പ് അല്ലെങ്കിൽ എത്രത്തോളം കനത്ത പ്രവാഹമാണ് വരുന്നത് എന്നത്, എത്രത്തോളം എമൗണ്ട് ആണ് ആർത്തവ പ്രവാഹം ഉള്ളത്, ഇതൊക്കെ ആർത്തവ കപ്പിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ മെൻസ്ട്രൽ കപ്പിൻ്റെ ശേഷി, അതിൻ്റെ ദൃഢത തുടങ്ങിയ കാര്യങ്ങൾ, നിങ്ങളുടെ യോനിയിലെ മസിലുകളുടെ അല്ലെങ്കിൽ പേശികളുടെ സ്വഭാവം, നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ വിവിധ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു ആർത്തവ കപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് സെലക്ട് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ മനസ്സിലാകാൻ, ഇപ്പോൾ 30 വയസ്സിന് താഴെയുള്ള പ്രസവിക്കാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി പ്രിഫർ ചെയ്യുന്നത് ചെറിയ മെൻസ്ട്രൽ കപ്പുകളാണ്. പക്ഷെ അതേസമയം 30 വയസ്സിന് മുകളിലും പ്രസവം സംഭവിച്ചതുമായ സ്ത്രീകളാണ് അല്ലെങ്കിൽ ശരീരഭാരം കൂടുതലുള്ള സ്ത്രീകളാണെങ്കിൽ അത്തരക്കാർക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പുകൾ എന്ന് പറയുന്നത് സൈസ് കൂടിയവയായിരിക്കും. ഒരു മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഘടിപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ലൂബ്രിക്കൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ആർത്തവ സമയത്ത് പാഡ്സ് കൂടാതെ പിന്നീട് ഉപയോഗിക്കുന്ന ഒന്നാണ് ടാമ്പണുകൾ. ഇത്തരത്തിലുള്ള ടാമ്പൺസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടാമ്പണിയേക്കാൾ സുഗമമാണ് അല്ലെങ്കിൽ എളുപ്പമാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്. ഈ പറയാൻ പോകുന്ന ഘട്ടങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക.
ആദ്യം നമ്മൾ മെൻസ്ട്രൽ കപ്പുകൾ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി നല്ല തിളച്ച വെള്ളത്തിൽ അത് ചൂടാക്കി വൃത്തിയാക്കുക. മുമ്പ് പറഞ്ഞതുപോലെ ഇതിന്റെ ഇൻസേർഷൻ കുറച്ചുകൂടി സുഗമമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പ് പകുതിയായി മുറുക്കുക. ഒരു കൈ കൊണ്ട് ഇതിന്റെ റിം ഉയർത്തിപ്പിടിക്കുക. ഇനി പലതരത്തിലുള്ള ഫോൾഡിംഗ് ടെക്നിക്ക് ഉണ്ട്. ആദ്യം ഈ കാണുന്നതാണ് പഞ്ച് ഡൗൺ ഫോൾഡ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫോൾഡുകളാണ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അല്ലെങ്കിൽ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഇത്തരത്തിൽ മടക്കുന്നതിന് ആ ടെക്നിക്കാണ് സി ഫോൾഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് 7 ഫോൾഡ് ടെക്നിക്കാണ്. നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അവരവരുടെ ഇഷ്ടപ്രകാരം. ഒരു ആപ്ലിക്കേറ്റർ ഇല്ലാത്ത ടാമ്പൺ പോലെ ഈ മെൻസ്ട്രൽ കപ്പ് നിങ്ങളുടെ യോനിക്കുള്ളിൽ റിം അപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ സർവീസിന് ഏതാനും ഇഞ്ചുകൾ താഴെയായിരിക്കണം. കപ്പ് നിങ്ങളുടെ യോനിയിലായി കഴിഞ്ഞാൽ അത് തിരിക്കുക. ഇത് ലീക്കേജ് തടയുന്നതിനും എയർ ടൈറ്റ് സീൽ ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്നതാണ്. നിങ്ങൾ ശരിയായ രീതിയിലാണ് മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഇരിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുകൂടിയില്ല. ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടണമെന്നില്ല. അതായത് നിങ്ങൾ നടക്കുമ്പോഴോ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഓടുമ്പോഴോ ചാടുമ്പോഴോ ഈ മെൻസ്ട്രൽ കപ്പുകൾ താഴെ വീഴാതെ അവിടെ തന്നെ ഉറച്ചിരിക്കണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ശരിയായ രീതിയിലാണ് നിങ്ങൾ മെൻസ്ട്രൽ കപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായില്ല അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി ഒന്ന് സംസാരിക്കുന്നത് എപ്പോഴും ഉചിതമാണ്. ഇപ്പോൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്തു. ഇനി എപ്പോഴാണ് മെൻസ്ട്രൽ കപ്പ് പുറത്തെടുക്കേണ്ടത്? നിങ്ങളുടെ ആർത്തവ പ്രവാഹത്തിന്റെ നിരക്കനുസരിച്ച് 6 തൊട്ട് 12 മണിക്കൂർ വരെ മെൻസ്ട്രൽ കപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമുക്കൊരു മാക്സിമം 12 മണിക്കൂർ വരെ മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യാം. പക്ഷേ ഇതിനിടയിൽ എപ്പോഴെങ്കിലും കപ്പ് ഫില്ലാവുകയാണ്, നിങ്ങൾക്ക് ഓവർഫ്ലോ ഉണ്ടാകുകയാണെങ്കിൽ ഈ 12 മണിക്കൂറിന് മുമ്പ് നിങ്ങളുടെ കപ്പുകൾ നീക്കം ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ മെൻസ്ട്രൽ കപ്പുകൾ പുറത്തെടുക്കേണ്ടത്? ആദ്യം നിങ്ങളുടെ കൈകൾ നന്നായി കഴുകുക. നിങ്ങളുടെ ചൂണ്ടുവിരലും തള്ളവിരലും യോനിയിൽ വെക്കുക. നിങ്ങൾക്ക് അടിത്തട്ടിൽ എത്തുന്നത് വരെ ആ ഒരു മെൻസ്ട്രൽ കപ്പിന്റെ തണ്ട് നമ്മൾ വളരെ ജെന്റിലായിട്ട് വലിക്കുക. അല്പം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ എയർ സീൽ ഉണ്ടല്ലോ, സോ ആ സീല് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ബേസ് പിഞ്ച് ചെയ്ത് താഴേക്ക് മെൻസ്ട്രൽ കപ്പുകൾ വലിക്കുക. അങ്ങനെ മെൻസ്ട്രൽ കപ്പുകൾ റിമൂവ് ചെയ്യുക. മെൻസ്ട്രൽ കപ്പുകൾ പുനരുപയോഗിക്കുന്നതായതിനാൽ തന്നെ ചില ശുചിത്വം ഈ ഒരു മെൻസ്ട്രൽ കപ്പിന് പാലിക്കേണ്ടതും അനിവാര്യമാണ്. വീണ്ടും യോനിയിൽ പുനരുപയോഗിക്കുന്നതിനാൽ തന്നെ ഉപയോഗിക്കാത്ത മെൻസ്ട്രൽ കപ്പുകൾ കഴുകി തുടച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ 6 തൊട്ട് 10 വർഷം വരെ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് കൂടുതലും മെൻസ്ട്രൽ കപ്പിന്റെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ മെച്ചങ്ങളാണ്. ഇനി നമുക്ക് മെൻസ്ട്രൽ കപ്പിന്റെ ചില ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. മെൻസ്ട്രൽ കപ്പുകളുടെ ഏറ്റവും വലിയ ഗുണം ഇത് നമുക്ക് പരിസ്ഥിതി ഫ്രണ്ട്ലിയാണ്, എക്കോ ഫ്രണ്ട്ലിയാണ്. പാടുകൾ പോലെയുള്ളവ അല്ലെങ്കിൽ ടാമ്പൺസ് ഉപയോഗിക്കുന്നത് പോലെയുള്ള പൊല്യൂഷൻസോ ഇത് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെൻസ്ട്രൽ കപ്പുകൾ റിമൂവ് ചെയ്യുന്ന പ്രക്രിയ പറഞ്ഞു, ഇൻസേർട്ട് ചെയ്യുന്ന പ്രക്രിയ പറഞ്ഞു. ഈ സമയത്തേക്ക് ഒരു ലീക്കേജിനുള്ള സാധ്യതയുണ്ട്. ഓവർഫ്ലോ ഉള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും അല്പം ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇതിരിക്കുമ്പോൾ ഒരു അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇതൊക്കെ മെൻസ്ട്രൽ കപ്പിന്റെ ആദ്യഘട്ടത്തിൽ സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ പല ബ്രാൻഡുകളുണ്ടെന്ന് പറഞ്ഞു, പല വലിപ്പത്തിലാണ് മെൻസ്ട്രൽ കപ്പുകൾ വരുന്നതെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സൈസിലുള്ള മെൻസ്ട്രൽ കപ്പുകളായിരിക്കും വേണ്ടി വരിക.
പക്ഷേ നമുക്ക് അനുയോജ്യമായ മെൻസ്ട്രൽ കപ്പുകൾ കറക്റ്റ് സൈസ് നമുക്ക് സെലക്ട് ചെയ്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിരിക്കാം. നമ്മൾ പല ബ്രാൻഡുകൾ പരീക്ഷിക്കേണ്ടതായി വരും, പല സൈസിലുള്ള മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യേണ്ടതായി വരും. അങ്ങനെ മാത്രമേ ഫൈനലി നമുക്ക് ആപ്റ്റായിട്ടുള്ള സൈസും ബ്രാൻഡും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻ ആണ്. നമ്മൾ ലാക്ടിക്സ് അലർജി മിക്കവർക്കും വരാറുണ്ടെന്ന് പറയുന്നു. പക്ഷെ മിക്ക മെൻസ്ട്രൽ കപ്പുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ലാക്ടസ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാവാം. സോ അത് വലിയ പ്രശ്നമില്ല. പക്ഷെ ചില ആളുകൾക്ക് റബ്ബറോ സിലിക്കണോ അലർജി ആവാം. ഇപ്പോൾ സിലിക്കൺ അല്ലെങ്കിൽ റബ്ബർ അലർജി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. അതുപോലെ തന്നെ പുനരുപയോഗിക്കുന്ന ഒന്നായതിനാൽ തന്നെ മെൻസ്ട്രൽ കപ്പുകളുടെ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പുകൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യോനിയിലോട്ടും റീപ്രൊഡക്റ്റീവ് ട്രാക്കിലോട്ടും അണുബാധ ഉണ്ടാകുന്നതിന് ഇത് കാരണമാണ്. ഇതൊക്കെയാണ് മെൻസ്ട്രൽ കപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. വളരെ വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ സാധിക്കില്ല. ആദ്യം പറഞ്ഞതൊക്കെ നമുക്ക് തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെ നമ്മൾ ആ ഒരു ട്രാക്കിൽ എത്തിപ്പെടുന്നതാണ്. നമ്മളത് പരിശീലിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രശ്നമില്ലാതാവുന്നതാണ്. പിന്നീട് പറഞ്ഞ അലർജിക്ക് മാത്രമാണ് ആ ആളുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒന്നാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ മെൻസ്ട്രൽ കപ്പിനെ സംബന്ധിച്ചതായിരുന്നു. ഞാൻ പലരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം കൂടുതൽ ആളുകൾക്കും മെൻസ്ട്രൽ കപ്പിനെ പറ്റി ധാരണയില്ല. പലരും കേട്ടിട്ടുണ്ട് മെൻസ്ട്രൽ കപ്പ്, പക്ഷേ അതെന്താണ്, അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. അതിനെ തുടർന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. വീണ്ടും ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.